ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ ഓട്ടോയിൽ തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് വന്നെത്തിയ മാണിക്കുഞ്ഞിനെയും മോളിക്കുട്ടിയെയും കണ്ട് അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് നവീൻ. ചായ കുടിക്കുന്നതിനിടയിൽ നവീൻ ഇരുവരും വന്നിറങ്ങിയത് കണ്ട് നിങ്ങൾ ഇത്രയും വൈകിയത് എന്താണെന്ന് നവീൻ അന്വേഷിച്ചു. അത് തങ്ങൾ വരുന്ന വഴിക്കുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ഉടനെ തന്നെ കൃത്യമായി അതിനുള്ള വിശദീകരണം നൽകുകയായിരുന്നു മോളിക്കുട്ടി. എല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന മാണിക്കുഞ്ഞിനോട് താനെന്താണോ ഒന്നും മിണ്ടാത്തതെന്ന് നവീൻ അന്വേഷിച്ചു. അപ്പോഴാണ് മോളിക്കുട്ടി പറഞ്ഞത്, അതെ സാറേ, ഈ മനുഷ്യനുണ്ടല്ലോ ഇതുപോലൊരു പേടിത്തൊണ്ടനാണെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. ഇങ്ങനെയൊരു ആളെ ഞാൻ ആദ്യമായിട്ട് കാണുമോ? ആണുങ്ങളായ കുറച്ചെങ്കിലും ധൈര്യം വേണ്ടേ? ഇന്നലെ തണുത്ത് വിറച്ചിട്ട് എന്തെല്ലാം പരാക്രമം കാണിച്ചു കൂട്ടിയെന്നറിയോ? ഒടുവിൽ ഞാൻ എൻ്റെ കോട്ട് വരെ ഊരി കൊടുത്തപ്പോഴാണ് ആളെന്ന് സമാധാനത്തോടെ ഇരുന്നത്. ഇനി ആ നാവിൽ നിന്ന് ഒരു വാക്കെങ്കിലും പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിലേ നമ്മൾ ആഴി പൂട്ടിയിട്ട് അതിന് മുന്നിൽ കൊണ്ട് ആളെ നിർത്തണം. എന്നാൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഒരക്ഷരമെങ്കിലും പുറത്തേക്ക് വരുമെന്ന് മോളിക്കുട്ടി പറയുമ്പോൾ ഇത് കേട്ട് നിന്ന മോളിക്കുട്ടിയോട് ദേഷ്യത്തോടെ മാണിക്കുഞ്ഞ്, നീ പോടി പെണ്ണ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുമ്പോഴേക്കും അയ്യോ എന്ന് നിലവിളിച്ച് ചെറിയൊരു കള്ളച്ചിരിയോടെ മോളിക്കുട്ടി വേഗം ഓട്ടോയ്ക്ക് അരികിലേക്ക് ഓടി. എന്നിട്ട് നവീനോട് ചോദിച്ചു, അല്ല സാറേ, ഗാതമ്മയുടെ എവിടെ എന്ന് ചോദിച്ചപ്പം അവിടെ റൂമിലുണ്ടല്ലോ. അല്ല വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് വീണ്ടും സംശയത്തോടെ മോളിക്കുട്ടി ചോദിച്ചപ്പോൾ വേറെന്ത് പ്രശ്നമാണ്, അവിടെ സിത്താരാമേടത്തിനോടൊപ്പം ഉണ്ട് എന്നറിയിച്ചു. എന്നാൽ ശരി സാർ, ഞാൻ പോയി ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് മോളിക്കുട്ടി വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇതെല്ലാം നോക്കി കള്ളച്ചിരിയോടെ നിൽക്കുന്ന മാണിക്കുഞ്ഞിൻ്റെ അരികിലേക്ക് എത്തി നവീൻ ചോദിച്ചു, എന്താടോ മാണിക്കുഞ്ഞ് ഒരു കള്ളച്ചിരിയൊക്കെ? അല്ലോ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയല്ലോ മോളിക്കുട്ടി എന്ന് വിളിച്ചതും മോളിക്കുട്ടി വേഗം നോക്കി. അപ്പോഴേക്കും മോളിക്കുട്ടിയോട് പറഞ്ഞു, അതെ, നീ മോളിക്കുട്ടിയെ പോലെ ഇങ്ങനെ ഇയാളുടെ നാവോ നടക്കി നിർത്താൻ പറ്റുന്ന ഏതെങ്കിലും പെൺകുട്ടികൾ വേറെ ഉണ്ടോ? ഉണ്ടെങ്കിലേ ഒന്ന് പറയണം കേട്ടോ. നമുക്ക് എത്രയും വേഗം മാണിക്കുഞ്ഞുമായിട്ടുള്ള വിവാഹം അങ്ങ് നടത്തി കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇയാളുടെ ഈ നാവിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് നവീൻ പറഞ്ഞപ്പോൾ അത് കേട്ട മോളിക്കുട്ടി പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഈ മനുഷ്യനെ പറ്റിയ പീസൊന്നും ജോഡിയൊന്നും ഇതുവരെ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടാവില്ല. ഇനി അഥവാ ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരു കാരണവശാലും ആ പെൺകുട്ടിയെ ഈ മനുഷ്യനടുത്തേക്ക് പറഞ്ഞ് അയക്കുകയുമില്ല. എന്തിനാ വെറുതെ ആ മഹാഭാവം കൂടി ഞാൻ തലയിൽ ഏറ്റുവാങ്ങുന്നത് എന്ന്. ആ പെൺകുട്ടിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടെ എൻ്റെ സാറേ എന്ന് മാണിക്കുഞ്ഞിനെ കുറിച്ച് മോളിക്കുട്ടി പറയുന്നത് കേട്ട് മാണിക്കുഞ്ഞ് തല്ലാനായി കൈ ഉയർത്തി മോളിക്കുട്ടിക്ക് അരികിലേക്ക് പോകുമ്പോഴേക്കും വണ്ടിയുമായി മോളിക്കുട്ടി പോയി കഴിഞ്ഞു. ഈ കാഴ്ച കണ്ട് നവീൻ അതിശയത്തോടെ മാണിക്കുഞ്ഞിനോട് ചോദിച്ചു, എന്താ കണ്ട നാൾ മുതൽ രണ്ടുപേരും കീരിയും പാമ്പുമായി നടന്നിരുന്നിട്ട് ഇപ്പം പെട്ടെന്ന് രണ്ടുപേർക്കും ഇടയിൽ ഇങ്ങനെ ഒരു കളിയും ചിരിയും തമാശയൊക്കെ എന്താടോ മാണിക്കുഞ്ഞെ? ഇനി ആ പണിക്കര പറഞ്ഞ ആള് ഈ മോളിക്കുട്ടി തന്നെ ആയിരിക്കുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും നവീനോട് മാണിക്കുഞ്ഞ് പറഞ്ഞു, ഒന്ന് പോ സാറേ, വെറുതെ ആ പെങ്കൊച്ചിന് ഓരോ ആഗ്രഹങ്ങൾ കൊടുക്കാനായിട്ട് സാറിങ്ങനെ ഓരോന്നെല്ലാം വിളിച്ചു പറഞ്ഞതും എന്ന് പറഞ്ഞപ്പോൾ നവീൻ പറഞ്ഞു, മനസ്സിലായി, രണ്ടിനെയും കള്ളച്ചിരിയും ബഹളമൊക്കെ ഞാൻ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മോളിക്കുട്ടിയുടെയും മാണിക്കുഞ്ഞിൻ്റെയും പെരുമാറ്റങ്ങളൊക്കെ കൃത്യമായി വീഴ്ചയുടെ സന്തോഷത്തിൽ നവീൻ കള്ളച്ചിരിയിരിക്കുമ്പോൾ നവീൻ്റെ മുന്നിൽ നിൽക്കാൻ ആകെ ചമ്മലായതുകൊണ്ട് അവിടെ നിന്ന് വേഗം മാണിക്കുഞ്ഞ് രക്ഷപ്പെട്ടു പോന്നു. അതിനുശേഷം സിത്താരയുമായി അവന്തിക കണ്ടുമുട്ടുന്നു. സിത്താര പുതിയതായി വാങ്ങിയ പ്രോപ്പർട്ടി തൻ്റെ പേരിലേക്ക് നൽകുമോ എന്ന് ചോദിക്കാനായി മറ്റൊരു ബിസിനസ്സുകാരിയായ അവന്തിക സിത്താരെ അന്വേഷിച്ചെത്തിയപ്പോൾ തൽക്കാലം ആ പ്രോപ്പർട്ടി തനിക്ക് ആവശ്യമില്ലെന്നും അത് തിരിച്ച് അവന്തികയ്ക്ക് നൽകാൻ തനിക്ക് മടിയൊന്നുമില്ല എന്നും അവന്തികയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ താൻ തയ്യാറാണെന്നും സിത്താര പറഞ്ഞതിന് പ്രകാരം അവന്തിക വീണ്ടും പുതിയൊരു തന്ത്രവുമായിട്ട് എത്തിയതായിരുന്നു. സിത്താരയെ കൂട്ടിച്ചേർന്ന് പുതിയൊരു പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കാൻ എന്നുള്ള ധാരണയായിരുന്നു അവന്തിക സിത്താരയ്ക്ക് മുന്നിലേക്ക് വെച്ചത്. അത് കേട്ടതും സിത്താര തൽക്കാലം കുഴപ്പമില്ലാത്തൊരു ആശയമാണെന്നത് കൊണ്ട് തന്നെ അതിനെ ശരിവെക്കുകയും ഉടനെ തന്നെ ഇവിടുത്തെ പൂജ കഴിയുമ്പോൾ അടുത്ത ആഴ്ച തന്നെ ഒരു മീറ്റിംഗ് നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞതും അതിനെ ശരിവെച്ച് അവന്തിക അവിടെ നിന്ന് ഇറങ്ങുന്നു. അവന്തിക പുറത്തേക്ക് പോയി തൻ്റെ സഹായിയായ മൂർത്തിയോട് താൻ പുതുതായി തയ്യാറാക്കിയിരിക്കുന്ന ആ പുതിയ തന്ത്രത്തെക്കുറിച്ച് മൂർത്തിയോട് ഷെയർ ചെയ്തു. സിത്താരയെ തൻ്റെ ഉള്ളം കൈക്കുള്ളിലാക്കിയിട്ടുണ്ട് എന്നും സിത്താരയെ ഒടിച്ചു മടക്കി കൈക്കലാക്കിയതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്നും സിത്താരയുടെ സ്വത്തുവകകൾ ഈ പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിച്ചിട്ട് സിത്താരയുടെ പക്കലുള്ള സ്വത്തുവകകൾ മുഴുവൻ നമ്മുടെ പക്കലേക്ക് എത്തിക്കുന്നതിന് വേണ്ട തന്ത്രമാണ് താൻ പ്രയോഗിച്ചിരിക്കുന്നതെന്നും അതൊരിക്കലും സിത്താര തിരിച്ചറിയാൻ പോകുന്നില്ലെന്നും സ്വത്തിൻ്റെ 3/4 ഭാഗവും നമ്മുടെ കൈവശമായി കഴിയുമ്പോൾ മാത്രമാണ് അവർ ഒരു പക്ഷേ ചതി തിരിച്ചറിയുകയെന്നും അപ്പോൾ അവരെ നേരിടേണ്ട വഴി
അങ്ങനെയാണെന്ന് തനിക്കറിയാമെന്നും അവന്തിക പറഞ്ഞ് അഹങ്കാരത്തോടെ അവിടെ നിന്ന് ചിരിച്ചു മടങ്ങി. അവന്തിക സന്തോഷത്തോടുകൂടി താൻ പറഞ്ഞതൊക്കെ അവിടെ വിജയിച്ചു എന്ന അഹങ്കാരത്തിൽ അവിടെ നിന്ന് പോകുമ്പോൾ മാണിക്കുഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി നേരെ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത്. അവിടുത്തെ ആ ഭംഗിയും അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി മാണിക്കുഞ്ഞിന്. എന്തായാലും ഇത്രയും നല്ലൊരു സ്ഥലത്ത് താൻ ഇവിടെ വന്ന് ഇതിലൊക്കെ പങ്കുചേരാൻ, തൻ്റെ കൂടെ വിവാഹം കഴിഞ്ഞിരുന്നെങ്കിൽ, തൻ്റെ ഭാര്യ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ പൂജയിൽ പങ്കെടുക്കാമായിരുന്നു. സാരയില്ല, ഇനി അടുത്ത വർഷം ഇത് നടക്കുമ്പം വരാം. ഇനി അഥവാ അപ്പോഴേക്കും എൻ്റെ വിവാഹം നടന്നിട്ടുണ്ടാകുമോ എന്നൊക്കെയായിരുന്നു മാണിക്കുഞ്ഞിൻ്റെ സംശയം. അങ്ങനെ സംശയപ്പെട്ട് മാണിക്കുഞ്ഞ് അവിടെ നിൽക്കുമ്പോഴാണ് ഗാഥ കൃഷ്ണ അവിടെ കളത്തിൽ, സർപ്പക്കളത്തിലുള്ള കളം എഴുതിക്കൊണ്ടിരിക്കുന്നത് ദൂരെ നിന്ന് മാണിക്കുഞ്ഞ് കണ്ടത്. ഇത് കണ്ടതോടെ മാണിക്കുഞ്ഞിനാകെ അതിശയായി. ഇത് ഗാഥാമ്മയുടെ അല്ലേ? ഗാഥാമ്മയുടെ ഇപ്പോൾ മുറിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടാണല്ലോ. ഇത്ര പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അല്ല, ഈ ഗാഥാമ്മേടം ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ? അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലൊന്നും അല്ല ഗാഥാമ്മേടം. പിന്നെ എന്താ ഇതൊക്കെ വരയ്ക്കുന്നതെന്നൊക്കെ സംശയപ്പെട്ട് മാണിക്കുഞ്ഞ് നോക്കി വയ്ക്കുമ്പോൾ കൃഷ്ണയ്ക്ക് സഹായിയായി നിന്ന മോളിക്കുട്ടി അവിടെ നിന്ന് മാണിക്കുഞ്ഞ് സംശയത്തോടെ നോക്കുന്നത് കാണാനിടയായി. ഉടനെ തന്നെ മാണിക്കുഞ്ഞിൻ്റെ സംശയം മാറ്റിയെടുക്കാനായിട്ട് മോളിക്കുട്ടി ചോദിച്ചു, അല്ല ഗാഥാമ്മേടം, സിത്താരാമ്മയുടെ എവിടെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് കൃഷ്ണയ്ക്ക് ആകെ അതിശയായി. മോളിക്കുട്ടി, നീ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചതും മോളിക്കുട്ടി കണ്ണുകൾ കൊണ്ട് അവിടെ നിൽക്കുന്ന മാണിക്കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. ഉടനെ കൃഷ്ണയ്ക്ക് കാര്യം മനസ്സിലായതോടെ മോളിക്കുട്ടി ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകാൻ തയ്യാറായി. അത് പിന്നെ മമ്മി അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുക. മമ്മി എന്നോട് പ്രത്യേകം പറഞ്ഞു, ഇവിടെ പൂജ ചെയ്യുമ്പോൾ പൂജയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിന് കൂടെ പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തുമ്പോൾ നമ്മളും അതിൽ പങ്കുചേരുകയാണെങ്കിൽ നമുക്ക് ഈ പൂജയുടെ പുണ്യം അതേപടി ലഭിക്കുമെന്ന്. അതൊക്കെ കേട്ടുകൊണ്ട് മോളിക്കുട്ടി പറഞ്ഞു, അതൊക്കെ ശരി തന്നെ. അല്ല, നവീൻ സാർ എന്തിയേ എന്ന് ചോദിച്ചപ്പോൾ മുറിയിലുണ്ട് എന്ന് ഗാഥ നൽകുന്നത് പോലെ കൃഷ്ണ മറുപടി നൽകി. എല്ലാം കേട്ടതും വേഗം തന്നെ മാണിക്കുഞ്ഞ് അരികിലേക്ക് എത്തി അവരെ രണ്ടുപേരെയും നോക്കി. അപ്പോൾ ഇത് ഗാഥാമ്മേടം തന്നെയാ, എനിക്ക് സംശയം തോന്നിയതാ. പാവം എന്നിങ്ങനെ സ്വയം തൻ്റെ തെറ്റിദ്ധാരണ മാറ്റിയെടുത്തുകൊണ്ട് മാണിക്കുഞ്ഞ് നിൽക്കുമ്പോഴേക്കും ഉടനെ മോളിക്കുട്ടി പറഞ്ഞു, അതെ ഗാഥാമ്മേടം ഒരു കാര്യം ചെയ്യും, ഇത്രയൊക്കെ ഒരുക്കൊക്കെ മതി. ഗാഥാമ്മേടം പോയി വേഗം ഫ്രഷായിട്ട് വന്നേ, പൂജ ഇപ്പം തന്നെ തുടങ്ങും എന്ന് പറഞ്ഞതും കൃഷ്ണയുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ മോളിക്കുട്ടി അവിടെ ബലമായി പിടിച്ചു വെച്ചു. അവിടെ നിന്ന് മാണിക്കുഞ്ഞ് പോകുന്നില്ലെന്ന് ഉറപ്പായതോടെ മോളിക്കുട്ടി കൃഷ്ണയെ പറഞ്ഞയക്കാൻ ധൃതി കാട്ടുമ്പോൾ മാണിക്കുഞ്ഞ് വീണ്ടും സംശയത്തോടെ പോകുന്നത് ഗാഥാമ്മേടം തന്നെയാണോ എന്ന് സംശയപ്പെട്ട് നോക്കിയെന്നും. അങ്ങോട്ട് കുറച്ച് പോയി കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് കൃഷ്ണ മാണിക്കുഞ്ഞിനെ നോക്കി ഒന്ന് ചിരിച്ചപ്പോൾ ഇത് ഗാഥാമ്മേടം തന്നെയാണ് ഉറപ്പ് എന്ന് തലകുലുക്കി മാണിക്കുഞ്ഞ് സ്വയം ഉറപ്പിച്ചു. അപ്പോഴാണ് പൂജയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അവിടേക്ക് പൂജാരിയും സംഘവും എത്തിയത്. ഇനി ഇവിടെ ദമ്പതി പൂജ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ അതിനുവേണ്ടി തയ്യാറെടുത്തോളാനും ഇവിടേക്ക് വന്നോളാനും പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞ് പൂജാരി വേഗം ശ്രീകോവിലേക്ക് കയറി. ഈ സമയത്ത് നവീനും ഗാഥയും അവിടെ പൂജ ചെയ്യാനായി റെഡിയായി വാതുക്കലേക്ക് എത്തിയത്. അപ്പോഴാണ് മാണിക്കുഞ്ഞ് പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ താൻ നേരത്തെ ഗാഥാമ്മേടം അണിഞ്ഞ വേഷം താൻ കണ്ടത് ഏതാണോ ആ വേഷത്തിൽ വരുന്ന സാരി ഉടുത്ത്, വേറൊരു കളർ സാരി ഉടുത്ത് ആ വേഷത്തിൽ വരുന്ന ഗാഥയെ നേരിട്ട് മാണിക്കുഞ്ഞ് കണ്ടത്. അത് കണ്ടതോടെ മാണിക്കുഞ്ഞാകെ സംശയം, ഇത്ര വേഗം ഗാഥാമ്മേടം വേഷം മാറിയോ? ഇപ്പോഴല്ലേ ഗാഥാമ്മേടം വേറൊരു സാരി എടുത്തുവിടുന്ന് പോകുന്നത് കണ്ടത് എന്ന് സംശയത്തോടെ മാണിക്കുഞ്ഞ് നോക്കി. അപ്പോഴേക്കും മാണിക്കുഞ്ഞ് അങ്ങനെ സംശയിച്ചു നിൽക്കുമ്പോൾ തൻ്റെ മുന്നിലൂടെ കുറച്ചു മുമ്പ് കടന്നു പോയത് വേറെ ഏതോ ഗാഥയായിരുന്നു എന്ന തോന്നൽ പെട്ടെന്ന് മാണിക്കുഞ്ഞിന് തോന്നി. ആകെ ഹെയർ സ്റ്റൈലും മാറി വേഷമൊക്കെ ആകെ മാറി വരുന്ന ഗാഥയെ കണ്ടപ്പോഴേക്കും മാണിക്കുഞ്ഞിന് വല്ലാത്ത സംശയമായി. ദൈവമേ, ഇനി ഞാൻ കണ്ടത് ശരി തന്നെയാണോ? ഇവിടെ രണ്ട് ഗാഥമാരുണ്ടോ? ഇതെന്താ ഇപ്പോൾ ഇവിടുന്ന് പോയതൊരു ഗാഥാമ്മേടം അല്ലേ? പിന്നെ ഈ വരുന്നതോ? അങ്ങനെയൊക്കെ സംശയപ്പെട്ട് മാണിക്കുഞ്ഞ് ആകെ തലയ്ക്കാകെ പെരുപ്പ് കയറിയ അവസ്ഥയിൽ അങ്ങനെ നിൽക്കുമ്പോൾ നവീൻ ഗാഥയുമായി അവിടേക്ക് വരുന്നത് കണ്ട് മാണിക്കുഞ്ഞ് ചിന്തിച്ചു, എന്തായാലും ഇക്കാര്യം സാറിനോട് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് തീരുമാനിച്ച് അവിടെ തൊഴുതു നിൽക്കുന്ന നവീൻ്റെ അരികിലേക്ക് മാണിക്കുഞ്ഞ് എന്നും, അതെ നവീൻ സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ സാറിന് ദേഷ്യം തോന്നരുതെന്ന് പറഞ്ഞപ്പോൾ, എടോ താൻ കാര്യം പറ, എന്നിട്ടല്ലേ ദേഷ്യം തോന്നണ വേണ്ടിയെന്ന് പറയാൻ. അതെ സാറേ, ഇവിടെ രണ്ട് ഗാഥമാരുണ്ട്. അന്ന് ഞാൻ രണ്ടുപേരെ കണ്ടു എന്ന് പറഞ്ഞിരുന്നില്ലേ, അത് വെറുതെ അല്ല സാർ, സത്യമായിട്ടും ഇവിടെ രണ്ട് ഗാഥമേടം ഉണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ നവീന് ആകെ ദേഷ്യമായി. മാണിക്കുഞ്ഞെ, താനും തുടങ്ങിയോ ഇങ്ങനെ ഒരു പറച്ചിൽ? ഒന്നും മിണ്ടാതിരിക്കടോ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞത് സത്യ സാറേ, ഞാൻ കണ്ടു സാർ, എൻ്റെ കൂടെ ഒന്ന് വാ, ഇവിടെ ഉണ്ട് സാറേ രണ്ടുപേര് എന്ന് പറഞ്ഞ് തർക്കിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും പൂജാരി അവിടെ നിന്ന് പൂജയ്ക്ക് തയ്യാറെടുത്ത് വന്ന ദമ്പതികൾ കയറി പീഠത്തിൽ ഇരുന്നോളാനായിട്ട് അറിയിച്ചു. ഉടനെ നവീൻ പറഞ്ഞു, എടോ തൽക്കാലം തൻ്റെ സംശയം കേൾക്കാൻ എനിക്ക് നേരമില്ല, ഇവിടെ പൂജ ആദ്യം തീരട്ടെ, അതാ പ്രധാനം എന്ന് പറഞ്ഞ് നവീൻ ദേഷ്യപ്പെട്ട്
പൂജ സ്ഥലത്തേക്ക് പീഠത്തിലേക്ക് കയറി ഇരിക്കാനായിട്ട് പോന്നു. ഈ കാഴ്ച കണ്ടതോടെ നവീൻ മാണിക്കുഞ്ഞ് പറഞ്ഞു, എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ അക്കാര്യം ഉറപ്പിച്ചിട്ട് തന്നെ ഇത് ഗാഥാമേടം തന്നെയാണോ, 2 ഗാഥാമേടം ഉണ്ടോ എന്ന് ഞാൻ ഇന്ന് ഉറപ്പിക്കും, ഞാൻ സാറിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ മാണിക്കുഞ്ഞ് നിന്നു. ഉടനെ നവീനും ഗാഥയും ആ പീഠത്തിലേക്ക് കയറിയിരുന്നതും പൂജയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് തിരുമേനി പറഞ്ഞു, ഇനി നിങ്ങളുടെ പാതിയായിട്ടുള്ള ആളുടെ പേര് മനസ്സിൽ 7 തവണ ഉരുവിട്ടോളൂ എന്ന് പറഞ്ഞു. ഉടനെ നവീൻ ഗാഥ എന്ന് പറയുമ്പോൾ അടുത്ത് നിന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഗാഥ നവീൻ എന്ന് ഉറക്കെ പറഞ്ഞു. ഇതേ സമയം അവിടെ പൂജ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് പൂജയ്ക്ക് വേണ്ട തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ അവിടെ കളമൊരുക്കിയ തൊട്ടിപ്പുറത്തായി കൃഷ്ണയും തനിക്ക് ഈ ഒരു പൂജ ചെയ്യുന്നതിന് വേണ്ടി വിളക്ക് തെളിയിച്ച് അവിടെ താലവുമായിട്ട് കൃഷ്ണയും ഇരുന്നു. ഇത് കണ്ടതോടെ അരികിലിരുന്ന മോളിക്കുട്ടി വിളിച്ചു, കൃഷ്ണ നീ എന്താ ഈ ചെയ്യുന്നത്? അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു, മോളിക്കുട്ടി ഞാൻ ചെയ്യുന്നത് അത് നവീൻ താലി ചാർത്തിയത് എൻ്റെ കഴുത്തിലല്ലേ, അപ്പോൾ ഈ പൂജയിൽ പങ്കെടുക്കേണ്ടതും ഞാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നവീൻ താലി ചാർത്താത്ത ഗാഥ പങ്കെടുക്കുമ്പോൾ നവീൻ താലി ചാർത്തിയ ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുത്തേ തീരൂ. ഞാൻ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ് ലഭിക്കാൻ പോകുന്നത്. സർപ്പം എന്ന് പറയുന്നത് സത്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കളവ് കാണിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ അതിൻ്റെ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരിക ഗാഥയാണ്. ഗാഥയ്ക്ക് അങ്ങനെ ഒരു ശിക്ഷ വന്നുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് നവീന് തനിക്കുമായിട്ടുള്ള പൂജ, ദമ്പതി പൂജയിലെ എല്ലാ ചടങ്ങുകളും കൃഷ്ണ മറ്റുള്ളവർ കാണാതെ അവിടെ ഇരുന്ന് ചെയ്യുന്നു. ഒടുവിൽ പൂജാരി താൻ ഉരുവിടുന്ന മന്ത്രം അതുപോലെ ഉരുവിട്ടോളാനായിട്ട് അറിയിച്ചു. അതിനുശേഷം ഐശ്വര്യത്തിനായി, കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കുമെല്ലാമായി മുന്നിലിരിക്കുന്ന തട്ടത്തിലുള്ള കുങ്കുമച്ചെപ്പിൽ നിന്ന് ഒരു നുള്ളു കുങ്കുമം എടുത്ത് ഭാര്യയുടെ തൻ്റെ പത്നിയുടെ സഹധർമ്മിണിയുടെ സീമിതരേഖയിൽ അണിയിക്കാനായി പൂജാരി അറിയിച്ചു. ഉടനെ നവീൻ സന്തോഷത്തോടെ സിന്ദൂരമെടുത്ത് ഗാഥയുടെ തിരുനെറ്റിയിൽ അണിയിക്കുമ്പോൾ, ആ സീമിതരേഖയിൽ അണിയിക്കുമ്പോൾ കൃഷ്ണ സ്വയം തൻ്റെ മുന്നിലിരുന്ന കുങ്കുമച്ചെപ്പിൽ നിന്ന് സിന്ദൂരമെടുത്ത് സ്വയം തന്നെ തൻ്റെ സീമന്തരേഖയിൽ അണിയിച്ചു. എന്നിട്ട് അവർ പൂജാരി പറഞ്ഞതിന് പ്രകാരം ആ ചടങ്ങുകളൊക്കെ ഭംഗിയായി പൂർത്തിയാക്കി. അതിനുശേഷം തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയ ഗാഥ വേഗം അകത്തേക്ക് കയറി, സമാധാനമായി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്ന് ആശ്വാസമായതേ എന്ന് പറഞ്ഞു. പിന്നാലെ എത്തിയ നവീൻ ചോദിച്ചു, അതെന്താ ഗാഥ താൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പം, അല്ല നവീൻ, അവിടെ ചൂടത്തിരുന്ന് ഇത്രയും നേരം ഇങ്ങനെ ഇരുന്ന് ഈ പൂജയും മറ്റു കാര്യങ്ങളും ചെയ്തില്ലേ, അതിൻ്റെ ആ ഒരു ടെൻഷനിൽ ഞാൻ പറഞ്ഞതാണ് എന്ന് ഗാഥ കളവ് പറയുമ്പോൾ ഇതെല്ലാം കേട്ടു നിന്ന നവീൻ, അതാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നാലെ മാണിക്കുഞ്ഞ് അവിടേക്ക് എത്തി. സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനത് പറയുമ്പോൾ സാർ തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞതും എന്താ മാണിക്കുഞ്ഞ് പറയാനുള്ളത് അതാദ്യം പറയാമെന്ന് അറിയിച്ചു. സാറേ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ലേ ഇവിടെ 2 ഗാഥാമേടം ഉണ്ട് എന്ന്, അത് ഞാനിന്ന് കണ്ടു സാർ, ഇന്ന് ഞാനിവിടെ വെച്ച് കാണുകയുണ്ടായി. അങ്ങനെ 2 ഗാഥാമേടം ഉണ്ട് സാർ, ഈ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണയും ഗാഥയും ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയ സിത്താരയ്ക്കും ഗാഥയ്ക്കും വല്ലാത്ത ടെൻഷനായി. ഉടനെ ഇതെല്ലാം കേട്ട് നവീൻ ചിരിച്ചുകൊണ്ട് മാണിക്കുഞ്ഞിനോട് പറഞ്ഞു, എടോ കുറേ നാളായിട്ട് തനിക്ക് അസുഖമൊന്നും ഇല്ലാതിരുന്നാണല്ലോ, വീണ്ടും ഇത് തുടങ്ങിയോ? എടോ ഇതൊരു തരം ഹാലൂസിനേഷനാണ്, ഇല്ലാത്തതുണ്ട് എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടാക്കിയെടുക്കുന്നത്, മലയാളത്തിൽ ഇതിന് ഭ്രാന്തെന്നും പറയും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ മാണിക്കുഞ്ഞ് പറഞ്ഞു, സാറ് പറഞ്ഞു വരുന്നത് എനിക്ക് ഭ്രാന്താണെന്നാണോ? സാറേ സത്യമായിട്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, എൻ്റെ കൂടെ ഒന്ന് വാ, ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോഴേക്കും അടുത്ത് തന്നെ ഗാഥ ചോദിച്ചു, എന്തൊക്കെയാണ് മാണിക്കുഞ്ഞ് പറയുന്നത്, ഇവിടുന്ന് ഇപ്പോൾ ആരും എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെയുള്ള ഗാഥയുടെ നിൽപ്പ് കണ്ട് മാണിക്കുഞ്ഞ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മേഡം കൂടി വാ, നിങ്ങൾക്ക് എല്ലാവർക്കും നേരിൽ കണ്ട് ബോധ്യമാവുമല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും എങ്ങോട്ടും ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഗാഥ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഉടനെ ഇത് കണ്ട സിത്താര പറഞ്ഞു, മാണിക്കുഞ്ഞ് ഒരാളെ പോലെ പല ആളുകൾ ഇവിടെ ഉണ്ട് എന്ന്, ഒരാളെ പോലെ പലരും ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ എനിക്കറിയാം മേഡം, പക്ഷേ ഇന്ന് ഇവിടെ ഞാൻ കണ്ടത് ഇവരെ 2 പേരെയും ഇരട്ട സഹോദരിമാരെ പോലെ തോന്നുന്ന ഒരാളെയാണ്, അതാ മേഡം ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഞാനേ ആ സത്യം നിങ്ങൾക്കെല്ലാവർക്കും മുന്നിൽ കാണിച്ചു തന്നിരിക്കുമെന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ നവീൻ പറഞ്ഞു, ഈ മാണിക്കുഞ്ഞിൻ്റെ ഒരു കാര്യം ഒരു കുഴപ്പവും ഉണ്ടായിരുന്നതല്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീണ്ടും തുടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞ് പോയി കഴിഞ്ഞതും താനൊന്ന് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് നവീനും അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഗാഥ ആകെ ദേഷ്യത്തോടെ സിതാരോട് പറഞ്ഞു, മമ്മി കണ്ടില്ലേ എന്തെല്ലാം പ്രശ്നങ്ങൾ അവൾ മൂലം ഉണ്ടാവുന്നത്, അവൾ കൃത്യമായും
അവൾ നവീൻ്റെ മുന്നിൽ ചെന്ന് പെടും. അവൾ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി തന്നെയാണ് അവൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ആകെ ദേഷ്യത്തോടെ കലിതുള്ളി നിന്നു. ഇത് കണ്ടതോടെ സിതാര പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അവൾ കൃഷ്ണ മനഃപൂർവ്വം നിൻ്റെ ജീവിതം തകർക്കാനായിട്ടൊന്നും ചെയ്യില്ല. മാത്രമല്ല, എത്ര തവണ നിന്നെ മരണത്തിൻ്റെ മുന്നിൽ നിന്നും ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടത്തിലുമൊക്കെ അവൾ നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് സിതാര കൃഷ്ണയെക്കുറിച്ച് നവീനെ ഗാഥയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഇതൊന്നും തൻ്റെ ചെവി കയറുന്നില്ല എന്ന രീതിയിൽ ഗാഥ അങ്ങനെ തന്നെ നിന്നു. ഈ സമയത്താണ് കൃഷ്ണയുടെയും ഗാഥയുടെയും കാര്യം പറഞ്ഞ് ആകെ കൺഫ്യൂഷൻ ആയതുകൊണ്ട് നവീൻ പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ നവീൻ്റെ ഫാമിലിയുടെ പഴയ ഒരു ഫാമിലി ഫ്രണ്ടായിരുന്ന നെല്ലിശ്ശേരി സേതുമാധവൻ്റെ മകൻ സച്ചിയെ കാണാനിടയായത്. ഉടനെ സച്ചിക്ക് അരികിലേക്ക് ചെന്ന് കുശലാന്വേഷണങ്ങൾ നടത്തുകയും സച്ചിയുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ സച്ചിയെ സഹായിക്കാൻ താൻ തയ്യാറാണെന്നും എത്ര പണം വേണമെങ്കിലും മുടക്കി നമുക്ക് പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങാമെന്നും നവീൻ ഓഫർ ചെയ്യുമ്പോൾ അത് കേട്ട സച്ചി തൽക്കാലം തനിക്കിത് സ്വീകരിക്കാൻ കഴിയില്ല എന്നും താൻ ഒരു ബിസിനസ്സിലെ വലിയൊരു നേട്ടമായിരുന്നു തനിക്ക് ഇത്രയും നാൾ കൊയ്തെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, തനിക്ക് അതിന് പറ്റിയ ബുദ്ധിശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അതിനൊക്കെ കാരണക്കാർ എൻ്റെ അർച്ചനയും കുഞ്ഞുമായിരുന്നുവെന്നും അവരെ നഷ്ടമായതോടെ എൻ്റെ ആ ശക്തിയുമെല്ലാം ചോർന്നുപോയി എന്നും വേദനയോടെ സച്ചി അറിയിച്ചു. അങ്ങനെ സച്ചിയുടെ വാക്കുകളെല്ലാം കേട്ട് സങ്കടത്തോടെ നവീൻ നിൽക്കുമ്പോൾ പൂജയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂജകളെല്ലാം പൂർത്തിയാക്കേണ്ട സന്തോഷത്തിൽ രാത്രിയിൽ സന്ധ്യയായ നേരത്ത് കൃഷ്ണ സിതാര മേഡത്തെ കാണണമെന്നറിയിച്ചു. സിതാര മറ്റുള്ളവരെ കണ്ണു വെട്ടിച്ച് നേരെ കൃഷ്ണയ്ക്ക് അരികിലേക്ക് എത്തി. എന്തിനാണ് തന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് അന്വേഷിച്ചപ്പം സിതാരയോട് കൃഷ്ണ കാര്യങ്ങൾ പറഞ്ഞു. അവന്തിക എന്ന് പറയുന്ന ഒരു ഗസ്റ്റ് ഇന്ന് മേഡത്തെ കാണാൻ വന്നിരുന്നല്ലോ, അവരുമായിട്ട് ഒരു ചങ്ങാത്തത്തിനോ ഒരു ഇടപാടിനോ മേഡം പോകരുതെന്നും അവരുടെ മനസ്സിൽ ചതി മാത്രമാണുള്ളതെന്നും അവർ വലിയൊരു ചതിയന്മാരാണ് എന്നുമൊക്കെ ദുർഗ സിതാരയെ പറഞ്ഞ് അറിയിക്കണം, സിതാരയെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. എല്ലാം കേട്ട് കഴിഞ്ഞതും ഇങ്ങനെ ഒരു ചതി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് വേദനയോടെ സങ്കടത്തോടെയും അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിൽക്കുമ്പോൾ സിതാര ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ ഒരു പ്രവൃത്തി അവന്തികയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന താൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞത് കേട്ട് അവന്തിക ചിരിച്ചുകൊണ്ട് അവിടെ നിന്നു. എന്തായാലും ഇത്രയും നേരത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തൻ്റെ ഈ ഒരു നീക്കം കൊണ്ട് നടന്നതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ കൃഷ്ണ പോകുമ്പോൾ സിതാര ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ അവന്തിക്ക് അരികിലേക്ക്